ഒരു ചെറിയ പനി വരുമ്പോഴോ ദേഹം വേദനയൊക്കെ വരുമ്പോഴോ നമ്മൾ ഡോക്ടറെ പോലും കാണിക്കാതെ പാരസെറ്റമോൾ കഴിക്കും. അതൊരു സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളിലും പാരസെറ്റമോൾ നിരോധിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ പാരസെറ്റമോൾ വലിയ അപകടകാരി എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത്. അതായത് ചില പ്രായമായവർ പാരസെറ്റമോൾ കഴിച്ചാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതെന്നാണ് പറയുന്നത്. എന്താണ് പഠനം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? ധന്യ, പാരസെറ്റമോളുമായി ബന്ധപ്പെട്ട് വലിയൊരു പഠനം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. പാരസെറ്റമോൾ എന്ന് മാത്രമല്ല, ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മെഡിസിനുകൾ, ഏത് വൈദ്യശാസ്ത്രവും ആയിക്കോട്ടെ, അത്തരം നമ്മൾ മരുന്നായി ഉപയോഗിക്കുന്നതിനെല്ലാം സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ മോഡേൺ മെഡിസിനുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിക്കുന്ന ഗുളികകൾക്കെല്ലാം പലതരത്തിലുള്ള ഗുരുതരമായ സൈഡ് എഫക്റ്റുകളുണ്ട്. അത് അതിൻ്റെ പുറകിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം എച്ച് കാറ്റഗറി ഡ്രഗ്സ് എന്ന് പറയുന്ന അതിൻ്റെ മുകളിൽ നമുക്കറിയാം, ഇത് കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ലിവർ അല്ലെങ്കിൽ കരൾ, കിഡ്നി തുടങ്ങിയ അവയവങ്ങൾക്ക്, ഇന്റേണൽ ഓർഗൻസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അതിൻ്റെ പുറകെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ കഴിച്ചിട്ട് നമ്മൾ പറയും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താണ് എന്ന് ഇങ്ങനെ നമ്മൾ തന്നെ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പാരസെറ്റമോൾ കഴിക്കുമ്പോൾ നമ്മുടെ കരളിലെ കുറേയധികം കോശങ്ങൾ നശിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഗുരുതരമായ ഒരു പനിക്ക് മുമ്പിൽ നമ്മൾ പാരസെറ്റമോൾ കഴിച്ചില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകും. പക്ഷേ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ പാരസെറ്റമോൾ തുടർച്ചയായി എന്ന് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും പാരസെറ്റമോൾ ഉപയോഗിക്കുന്ന ആരും ഉണ്ടാവില്ല. പക്ഷേ ഏതെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്കും, ഇപ്പോൾ ഒരു പനി, തലവേദനയൊക്കെ വരുമ്പോഴേക്കും പാരസെറ്റമോൾ വാങ്ങി കഴിക്കുന്ന ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ, ക്ലിനിക്കൽ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞിട്ടുള്ളത്. അതായത് ഈ പറയുന്നത് പോലെ 60 വയസ്സിനും അതുപോലെ തന്നെ 75 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് ഈ തരത്തിൽ, അതായത് 60-75 വയസ്സിനിടയിലേക്ക് എത്തുമ്പോഴേക്കും ഒരാൾ ഇങ്ങനെ ഏതൊരു അസുഖത്തിനും പിന്നെ പാരസെറ്റമോൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു പ്രായം എത്തുമ്പോഴേക്കും അവർക്ക് ഹൃദയസ്തംഭനം, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ മറ്റ് പ്രവർത്തന വൈകല്യങ്ങൾ, പിന്നെ ക്യാൻസർ, ലിവർ ക്യാൻസർ, കിഡ്നി രോഗങ്ങൾ, പിന്നെ ഈ നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട് പിന്നെ പെപ്റ്റിക് അൾസർ, അതുപോലെ തന്നെ എന്താണ് ഈ അൾസറിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജ് ക്യാൻസറിലോട്ടാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗുരുതരമായ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പഠനം നടത്തിയത് അമേരിക്കയിലെ നോട്ടിംഗ്ഹാം സർവകലാശാലയിലെ മെഡിക്കൽ വിഭാഗമാണ്. അപ്പൊ അമേരിക്കയിലെ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വന്ന പഠനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ഗവേഷണ റിപ്പോർട്ട് പറയുന്നത് 65 വയസ്സിന് മുകളിലുള്ളവരിൽ പാരസെറ്റമോളിന്റെ ആവർത്തിച്ചുള്ള ഡോസുകൾ ദഹനനാളം, വൃക്ക, ഹൃദയ സംബന്ധമായ സങ്കീർണതകൾ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആർത്രൈറ്റിസ് കെയർ ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ജേണലിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പാരസെറ്റമോളിന്റെ ആവർത്തിച്ചുള്ള ഉപയോഗം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഗുരുതരമായിട്ടുള്ള രോഗത്തിന് കാരണമാകുമെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന വാദ എന്ന് മലയാളത്തിലൊക്കെ പറയുന്ന രോഗമാണ്. ആ വാദം എന്ന് പറയുന്നത് നമ്മൾ ഒരു സിമ്പിൾ രോഗമല്ല, മനുഷ്യനെ ബുദ്ധിമുട്ടിച്ച് കളയുന്ന ഒരു അവസ്ഥയാണ്. ഇത് എങ്ങനെ വന്നു എനിക്ക് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഉത്തരമാണ് ഇവിടെ നമുക്ക് കിട്ടിക്കുന്നത്. ക്ലിനിക്കൽ പ്രാക്ടീസ് റിസർച്ച് ആൻഡ് ഡാറ്റ ലിങ്ക് ഗോൾഡിൽ നിന്നുള്ള 180-483 ആളുകളുടെ ആരോഗ്യരേഖകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അതായത് ഇത് 2 വിഭാഗമാണ്. 180 എന്ന് പറയുന്ന ഒരു വിഭാഗവും 483 എന്ന് 2 വിഭാഗമാക്കി തിരിച്ചുകൊണ്ട് ഒരു റിസർച്ച് നടക്കുകയാണ്. ആ റിസർച്ചിലാണ് ഇത്തരത്തിലുള്ള ഒരു പഠന റിപ്പോർട്ട് വന്നിട്ടുള്ളത്. 998-നും 2018-നും ഇടയിൽ ജനിച്ചവരിലാണ് പഠനം നടത്തിയത്. പാരസെറ്റമോൾ നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഒരേ പ്രായത്തിലുള്ള 402-478 വ്യക്തികളുടെ നിയന്ത്രിത ഗ്രൂപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവയുടെ ദീർഘകാല ഉപയോഗം പെപ്റ്റിക് അൾസർ, ഹൃദയസ്തംഭനം, രക്താതിമർദ്ദം, വിട്ടുമാറാത്ത വൃക്കരോഗം എന്നിവയ്ക്കുള്ള കാരണമാകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന റിപ്പോർട്ടാണ്. നമ്മൾ ഇനിയും കണ്ടെത്തേണ്ട ഒരുപാട് കാരണങ്ങളുണ്ട്. കാര്യം, ഒരു ലിവർ പേഷ്യന്റിന് ഈ പറയുന്ന പാരസെറ്റമോൾ നൽകാമോ എന്നൊരു ചോദ്യമുണ്ട്. നൽകാൻ പാടില്ല, പക്ഷെ പല ഡോക്ടർമാരും അങ്ങനെ എഴുതി കൊടുക്കാറുണ്ട്. ഇപ്പോൾ പാരസെറ്റമോൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴെന്ന് കൃത്യമായ ഒരു മെഡിക്കൽ ഇവർക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ബൈലോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ പനിക്കും പാരസെറ്റമോൾ കഴിക്കേണ്ടതില്ല. നമ്മൾ 100 ഡിഗ്രിക്ക് മുകളിൽ പോകുമ്പോഴാണ് നമുക്ക് പനി വരുന്നത്. അതിനോടടുത്ത് പനി എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ പാരസെറ്റമോൾ കഴിക്കേണ്ടതെന്നും പനി ഒരു രോഗമല്ല, ഒരു രോഗനശീകരണ സംവിധാനമാണ്. അതായത് രോഗത്തിനെതിരെ പ്രവർത്തിക്കുന്ന ബോഡിയുടെ ഒരു സംവിധാനമാണ് പനി എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രവും എല്ലാ വൈദ്യശാസ്ത്രങ്ങളും പറയുന്നത്. പക്ഷെ നമ്മൾ ഒന്ന് പനിക്കുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് റെസ്റ്റ് എടുക്കാൻ കഴിയില്ല, ക്ഷീണം സഹിക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടുകളൊന്നും സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ നേരെ പാരസെറ്റമോൾ എടുത്ത് കഴിക്കും. അങ്ങനെ പാരസെറ്റമോൾ എടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ പനി അടിച്ചമർത്തപ്പെടുകയും ഈ പറയുന്ന ഇന്റേണൽ ഓർഗൻസിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമായ വശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഒരു അസുഖം വരുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആന്റിബയോട്ടിക് കഴിക്കാൻ തുടങ്ങും. അത് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ പോയിട്ട് ആന്റിബയോട്ടിക് കഴിക്കും. ഒരു പനിയോ ജലദോഷമോ ഇൻഫെക്ഷനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് തീരുമാനിക്കുകയാണ് ഇത് പിന്നെ ഈ പറയുന്ന ഇൻഫെക്ഷൻ ആണ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്നങ്ങ് തീരുമാനിക്കുകയാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മാത്രമല്ല, നമ്മൾ നോർമലി നമുക്ക് വരുന്ന പനിയും ജലദോഷവും തലവേദന എന്നൊക്കെ പറയുന്നത് വൈറൽ അസുഖമാണ്. അതായത് റൈനോ വൈറസ് എന്ന് പറയുന്ന ഒരു അസുഖം, ഈ മഴയൊക്കെ കൊണ്ടാൽ കാലാവസ്ഥാ മാറ്റം കൊണ്ടൊക്കെ വരുന്ന ഒരു അസുഖമുണ്ട്. ആ അസുഖത്തിന് പോലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോയിട്ട് നേരെ ഈ ആന്റിബയോട്ടിക് കഴിക്കും. ചില ഡോക്ടർമാരൊക്കെ എല്ലാത്തിനും ആന്റിബയോട്ടിക് എഴുതി കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം മനുഷ്യന്മാരിൽ ഏതെങ്കിലും ഒരു അസുഖം വന്നാൽ അത് ആന്റിബയോട്ടിക് കഴിച്ചിട്ട് മാറാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പുതിയൊരു ഒരു പ്രതിഭാസം മനുഷ്യന് രൂപപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് ആന്റിബയോട്ടിക് കൊണ്ട് ഗുണമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? അത് ഇതിപ്പോ ഒന്നാം തലമുറ പിന്നെ ആന്റിബയോട്ടിക്കുകളും രണ്ടാം തലമുറ ആന്റിബയോട്ടിക്കുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്നാം തലമുറ ആന്റിബയോട്ടിക് ഉപയോഗിച്ചിട്ട് അതിനെ മറികടക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ രണ്ടാം തരം തലമുറയിൽപ്പെട്ട ആന്റിബയോട്ടിക്കുകൾ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാണ്. ഇതിന്റെ സൈഡ് എഫക്ട് വളരെ കൂടുതലാണ്. അപ്പൊ അതിനെയും മറികടന്ന് പോവും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം കേരള ഗവൺമെന്റും ആരോഗ്യ വകുപ്പും തന്നെ വളരെ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ഇതിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾ എല്ലാ പനിക്കും ഈ പറയുന്ന ആന്റിബയോട്ടിക് കൊടുക്കേണ്ട, കൃത്യമായി വിശകലനം ചെയ്തതിനു ശേഷം മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു പനി വരികയാണെങ്കിൽ അതിന് ഒരു കോഴ്സ് പാരസെറ്റമോളോ, ഒരു കോഴ്സ് എന്ന് ഞാൻ പറയുന്നത് തുടർച്ചയായിട്ടല്ല, 1-2 പാരസെറ്റമോളോ, അതുപോലെ തന്നെ അലർജിക്ക് ബന്ധപ്പെട്ട മെഡിസിൻസ്, അലർജി ഉണ്ടെങ്കിൽ അത്തരം അലർജി മെഡിസിനും റെസ്റ്റ്, സമ്പൂർണ്ണമായ റെസ്റ്റ്, ഇതാണ് ആദ്യം നിങ്ങൾ പറയേണ്ടത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അസുഖത്തിന്റെ പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും നമ്മുടെ വൈറ്റൽ പാരാമീറ്റേഴ്സിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ കൃത്യമായ ടെസ്റ്റ് നടത്തിക്കൊണ്ട് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസൃതമായി നിങ്ങൾ മെഡിസിൻ കൊടുത്താൽ മതി. ശക്തമായ ഒരു താക്കീത് ഡോക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ പിന്നെ ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആന്റിബയോട്ടിക് ഇപ്പൊ കിട്ടാറില്ല. അത് അപ്പൊ ആളുകൾക്ക് വലിയ നിരാശയാണ്. എനിക്ക് ആന്റിബയോട്ടിക് എന്താ എഴുതുന്നില്ല എന്നൊക്കെ ചോദിക്കും. എനിക്ക് ജോലിക്ക് പോകാനുള്ളതാണ്, എനിക്ക് ആന്റിബയോട്ടിക് എഴുതൂ. ആന്റിബയോട്ടിക് എഴുതണമെങ്കിലേ നിങ്ങൾക്ക് ആന്റിബയോട്ടിക് എഴുതാൻ കഴിയുള്ളൂ. നിങ്ങൾക്കൊരു പനി വരികയാണെങ്കിൽ നിങ്ങൾ അത് 3-4 ദിവസം റെസ്റ്റ് ചെയ്തേ മതിയാവും. അത് നമ്മുടെ ബോഡി നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ അത് നേരെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പിന്നെ സ്വകാര്യ ഡോക്ടർമാർ പെട്ടെന്ന് ആന്റിബയോട്ടിക് എഴുതുന്നു. പിന്നെ 1 വീതം 3 നേരം നമ്മളോട് പാരസെറ്റമോൾ കഴിക്കാൻ പറയുന്നു. അതിന്റെയൊക്കെ ഒരു ഗുരുതരമായ സൈഡ് എഫക്റ്റുകൾ നമ്മൾക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ എഴുതിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് കഴിക്കും. പക്ഷെ നമുക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല, പിന്നീടാണ് നമുക്ക് അതിന്റെ പ്രശ്നങ്ങൾ വരുന്നത്. ഈ പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത്? ഞാനിങ്ങനെ ചെയ്യാൻ മാത്രം ഒന്നും ചെയ്തില്ലല്ലോ. പക്ഷെ ഇത്തരത്തിലുള്ള മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ഗുരുതരമായി ആളുകളെ ബാധിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ മനുഷ്യന്മാരായിട്ടുള്ള ആളുകളെ എല്ലാം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം തന്നെ പറയുന്നു, നമ്മൾ ധന്യ നേരത്തെ പറഞ്ഞതുപോലെ പല രാജ്യങ്ങളിലും ഈ പറയുന്ന ഡോളോക്കൊക്കെ വളരെ നിയന്ത്രണമുണ്ട്. പലതരം കമ്പനികളെ പിന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ നിരോധിച്ചിട്ടുണ്ട്. ഇന്ന് കഴിക്കുന്ന ഒരു മെഡിസിൻ ഒരുപക്ഷെ നാളെ അത് നിരോധിക്കപ്പെട്ടേക്കാം. കാരണം അതിന്റെ ഗുരുതരമായ സൈഡ് എഫക്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ അതിനെ നിരോധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് മെഡിസിൻ എടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇല്ല. പക്ഷെ അത് എങ്ങനെ എടുക്കണം, എപ്പോൾ എടുക്കണം എന്ന മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു യുക്തിയുണ്ട്. ആ യുക്തി അവിടെ പ്രയോഗിച്ച് മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളൊരു അസുഖം വരികയാണെങ്കിൽ ഒരു ഡോക്ടർ അയാൾക്ക് പിന്നെ പൈസ കിട്ടാൻ വേണ്ടി അയാൾ ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ഡോസുള്ള മരുന്നുകൾ തരാം, ഒരുപക്ഷെ കൂടുതൽ പിന്നെ നമുക്ക് പിന്നെ ആന്റിബയോട്ടിക്കുകൾ എഴുതിയേക്കാം. എങ്കിൽ പോലും മനുഷ്യന്റെ കാര്യത്തിൽ മനുഷ്യൻ കുറച്ചുകൂടി ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന സർക്കാരിന്റെ ചില പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബൈലോകളും കാര്യങ്ങളും, എങ്ങനെ മരുന്ന് കഴിക്കണം, എന്താണ് രോഗിയുടെ അവകാശം, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ പഠനങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താവും നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് കണ്ടറിയേണ്ടി വരും.